ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒത്തിരി തൈകളുണ്ടാക്കാം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നൊരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു മെച്യൂർ അഗ്ലോണിമ പ്ലാന്റിനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാമെന്ന് ഇതിനകത്ത് ഒത്തിരി തൈകളുണ്ട്. കാരണം ഞാനിത് റിപ്പോർട്ട് ചെയ്തിട്ട് തന്നെ 2-3 വർഷമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മെച്യൂറായിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റിനെ എടുക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് നമ്മൾ കടയിൽ നിന്ന് ചെറിയ തൈകൾ മേടിച്ചിട്ട് ഉടനെ തന്നെ എണ്ണം കൂട്ടാൻ വേണ്ടി അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തൈ എടുക്കുന്ന സമയത്ത് ഇതെന്ന് പറയുന്നത് കണ്ടല്ലോ ഒരു ചെറിയൊരു പ്ലാന്റാണ്. ഇതിനകത്ത് സ്റ്റെമ്മും അതേപോലെ തന്നെ പുതിയ ലീഫ് വരുന്ന ഭാഗവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനൊരു ചെടി കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ എടുക്കുന്ന സമയത്ത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ ഇതേപോലെ കുറച്ച് സ്റ്റെമ്മിൻ്റെ നീളം കുറച്ച് കൂടിയ പ്ലാന്റ്സ് എടുക്കുന്നതാണ് എപ്പോഴും നമുക്ക് പെട്ടെന്ന് ചെടീനെ പിടിപ്പിച്ചെടുക്കാനും അതേപോലെ തന്നെ ഇങ്ങനെ സ്റ്റെമ്മിന് ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് നമുക്ക് ഒത്തിരി തൈകൾ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു പ്ലാന്റിനെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റെമ്മിന് അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു പ്ലാന്റ് തന്നെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ഈ ഓരോ പ്ലാന്റ്സ് എങ്ങനെ കട്ട് ചെയ്തെന്ന് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മണ്ണിനോട് ചേർത്ത് കട്ട് ചെയ്യരുത്, കുറച്ച് ഹൈറ്റ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഓരോ പ്ലാന്റിനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒത്തിരി തൈകളുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ഞാൻ ഇന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ഒരെണ്ണത്തിനെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും മുറിച്ചെടുത്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരെണ്ണം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്ലാന്റാണ്. അപ്പോൾ അതിനെ ഞാൻ ഇപ്പോൾ എന്തായാലും മുറിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് ബാക്കി എല്ലാത്തിനെയും ഞാൻ മുറിച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലെല്ലാം മഞ്ഞളാണ് ഇപ്പോൾ തേച്ച് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വെള്ളം ഇറങ്ങിയുള്ള ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത ആ ചെടിയിലേട്ടും ഞാൻ മഞ്ഞൾ തന്നെയാണ് തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ് അല്ലെങ്കിൽ നമ്മുടെ മെഴുകുതിരി ഉരുക്കി ഒഴിച്ചത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് ആയിട്ട് സാധാ മണ്ണാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ചെറുലോടി അടങ്ങിയ മണ്ണ് ഇടുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ മണ്ണാകുമ്പോൾ വെള്ളം ഇതിനകത്ത് കെട്ടി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റിവർ സാൻഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ചെറുലടങ്ങിയ മണ്ണാണെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സെറാമിലാണ് വളമായിട്ട് ഞാൻ യൂസ് ചെയ്തത്. ഇപ്പോൾ വളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം റൂട്ടൊന്നും വന്നിട്ടില്ലല്ലോ. പ്ലാന്റ് നട്ട് ഒരു 3 ആഴ്ചയ്ക്ക് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വളമിട്ട് കൊടുത്താലും മാത്രം മതി. ഇത് മിക്സ് ചെയ്യാം. ഇത് നടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ട് എന്ന് പറയുന്നത് നല്ല ഹോൾസുള്ള പോട്ട് വേണം എടുക്കാനായിട്ട്, കാരണം വെള്ളം ഒട്ടും കെട്ടി നടക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് ഞാൻ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ടതിന് ശേഷം നമ്മൾ പ്ലാന്റിനെ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മണ്ണിലോട്ട് പോകുന്ന ഭാഗത്തുള്ള ലീവ്സ് എല്ലാം ഞാൻ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ലീവ്സ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ പ്ലാന്റിനെ മണ്ണിലോട്ട് ഉറപ്പിച്ച് നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ മണ്ണിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രീൻ പാർട്ട് മൂടുന്നതൊക്കെ വിധത്തിൽ മാത്രം മണ്ണിടുക. മുകളിലോട്ട് ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അവിടേക്കൊന്നും അധികം മണ്ണ് വീഴാതെ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ അവിടെ ഒത്തിരി മണ്ണ് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ താഴെ ഭാഗത്ത് മാത്രം മണ്ണിട്ട് നിർത്തുക പ്ലാന്റിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ച്വലി നമ്മുടെ അഗ്ലോണിമയുടെ പോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കട്ടിങ്സ് എടുത്ത ഈ പോട്ടിലേക്ക് ഞാനിപ്പോൾ തന്നെ വളോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാവും. അപ്പോൾ വളമായിട്ട് സെറാമിലാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഏത് കടയിൽ നമ്മൾ ചോദിച്ചാലും കിട്ടുന്നതാണ്. നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് കട്ടിങ്സ് എടുത്ത പോർഷനിലേക്ക് അധികം വെള്ളം വീഴാതെ വേണം നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ നട്ട പ്ലാന്റിലേക്ക് നമ്മൾ മൊത്തത്തിൽ നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഇലയും സ്റ്റെമ്മും എല്ലാം നനയുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക.
നനച്ചതിന് ശേഷം ഒരു 2 ആഴ്ചത്തേക്ക് ഈ പ്ലാന്റ്സിനെ നമുക്ക് തണലത്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞ ശേഷം ഇതിനെ നമ്മൾ ഒരു 50% സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. എന്നാൽ മാത്രമാണ് ഈ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഇലകൾക്ക് നല്ല ഭംഗി വരികയുള്ളൂ, കളറ് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതേപോലെ അഗ്ലോണിമ പ്ലാന്റ്സ് പോട്ട് ചെയ്ത് നോക്കുക.